ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ക്രീപ്പിംഗ് പ്ലാന്റ്സ് ആണ്. അതായത് നല്ല പൂക്കളൊക്കെ പിടിച്ച് പന്തലിച്ച് കിടക്കുന്ന ക്രീപ്പിംഗ് പ്ലാന്റ്സ്. പൂന്തോട്ടം നമ്മൾ ഡിസൈൻ ചെയ്താലും അതിൽ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ഇല്ലാത്തത് വളരെ മിസ്സിങ് ആയിരിക്കും. അന്നേരം ക്രീപ്പിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പ്ലാന്റ് ചെടികൾ ഇതുപോലെ പന്തലിച്ച് കിടക്കുന്നതിനാണ് ക്രീപ്പിംഗ് പ്ലാന്റ്. അതായത് ഇങ്ങനെ ഒന്നുകിൽ കയറ് കൊടുത്ത് സപ്പോർട്ടിൽ അത് മുകളിലേക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റും. മുന്തിരിവള്ളിയൊക്കെ കയറി പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുത്തൊരു പന്തലിട്ട് കൊടുത്താൽ അതിൽ കയറി കിടന്ന് വളരെ മനോഹരമായി പൂത്ത് കിടക്കും. അങ്ങനെയുള്ള ചെടികളാണ് ക്രീപ്പിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇത് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ രണ്ട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു പിങ്ക് വെറൈറ്റിയാണ്, പിന്നെ ഉള്ളതൊരു വൈറ്റാണ്. ഇത് രണ്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കുന്ന ചെടികളാണ്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു സീസണിൽ ഒരുപാട് പൂക്കളുണ്ടാവും. അന്നേരം കാണാൻ ഒത്തിരി ഭംഗിയാണ്. അന്നേരം ഇത് നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് നടുകയാണെങ്കിൽ പുതിയ തൈകൾ നമുക്കുണ്ടാക്കി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലോറിബണ്ട എന്ന് പറയുന്ന ബവർ പ്ലാന്റ് ആണ്. ഇതാണ് ഫ്ലോറിബണ്ട എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണിച്ചു തരാം. അന്നേരം ഈ ലിൻസീസ് ലിങ്ക് എന്ന് പറയുന്ന ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ പ്ലാന്റാണ് നമ്മുടെ ബോവർ പ്ലാന്റ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഔട്ട് സൈഡ് വൈറ്റ് കളറും ഇൻസൈഡിൽ ഇതേപോലെ പിങ്ക് ഷെയ്ഡും വരുന്നൊരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു സീസണിൽ ഇത് നിറയെ പൂത്ത് കിടക്കും. ഇത് കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ചെറിയൊരു മണവും ഉണ്ട്. അന്നേരം വളരെ നല്ലൊരു പ്ലാന്റാണിത്. നമ്മുടെ നാട്ടിലെ കോളാമ്പി ചെടി ഉണ്ടല്ലോ, യെല്ലോ കളറിലുള്ള, അതിൻ്റെ വേറൊരു വേരിയേഷനാണിത്. അന്നേരം ഇതിങ്ങനെ ക്രീപ്പ് ചെയ്ത് നല്ലപോലെ പന്തലിൽ കയറി കിടക്കുന്ന ഒരു ചെടിയാണ് ഈ ബോവർ പ്ലാന്റ്. ഇപ്പോൾ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. വേണമെങ്കിൽ വാങ്ങിച്ച് നടുകയാണെങ്കിൽ, പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂത്ത് കിടക്കും. പിന്നെ നിറയെ മുട്ടുകളായിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സീസണായി തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പൂവൊന്നും കാണാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റിൻ്റെ വൈറ്റ് വെറൈറ്റിയാണിത്. ഇത് വൈറ്റ് വെറൈറ്റി ആണെങ്കിലും അത് 1-2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറി മാറി ഈ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും. അതാണ് ഇത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, റോസാ ചെടികളുടെ വരെ ക്രീപ്പിംഗ് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതൊക്കെ കാണാൻ ഒരുപാട് നല്ല രസമാണ്. പക്ഷേ റോസിൻ്റെ വെറൈറ്റി എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ബ്ലീഡിംഗ് ഹാർട്ട്. ഒത്തിരി രസമാണ്. അതിൻ്റെ ആ ഒരു സീസണിൽ കംപ്ലീറ്റ് പൂത്ത് കിടക്കും. ഒത്തിരി നല്ല ഒരു ഇതിനും ചെറിയൊരു മണമുണ്ട്. പിന്നെ നമ്മളിതൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇത് നമ്മുടെ കോളാമ്പി ചെടിയുടെ വേറൊരു വെറൈറ്റി യെല്ലോ ആണ്. ഇതും നല്ലതുപോലെ പൂക്കും, വളരെ നല്ല. പിന്നെ പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കൂ. അത് ഞാൻ ഒഴിക്കാൻ നേരം ഇഷ്ടം പോലെ പൂ വരാറുണ്ട്. അത് തളിക്കുകയാണെങ്കിൽ വളരെ നല്ലതുപോലെ പൂത്ത് വരും. അന്നേരം ഈ ചെടികളെല്ലാം കൂടെ പൂക്കുന്ന സമയത്ത് നല്ലൊരു മണവും വരും. പിന്നെ അത് കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പം പൂക്കളുടെ ആ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പൂവില്ലാത്ത. എങ്കിൽ തന്നെയും ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലോറിബണ്ട എന്ന് പറയുന്ന പ്ലാന്റ്. നിറയെ പൂക്കളാണ്. കണ്ടു കഴിഞ്ഞാൽ മുല്ലപ്പൂവാണെന്ന് തോന്നും. അതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുമാത്രമല്ല, ഇലകൾ കാണാത്ത രീതിയിൽ നിറയെ പൂത്ത് നിൽക്കും. അതാണ് ഈ ഒരു ഫ്ലോറിബണ്ട എന്ന് പറയുന്ന പ്ലാന്റ് ചെടിയുടെ പ്രത്യേകത. നിറച്ച പൂക്കളാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് നിങ്ങൾ വേറെ ഏതെങ്കിലും പേര് പറയുന്നുണ്ട് അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ മുല്ലപ്പൂവിൻ്റെയൊക്കെ ആ ഒരു രീതിയാണ്. അതായത് ഒരു വൈറ്റ് കളറും അതുപോലെ ചെറിയൊരു മണമുണ്ട്. മുല്ലപ്പൂവിൻ്റെ അത്രയും മണമൊന്നുമില്ല, എങ്കിലും ചെറിയ മണമുണ്ട്. പിന്നെ ഈ ക്രീപ്പിംഗ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ വേണം നട്ടുവെക്കാൻ. എന്നാൽ മാത്രമേ അത് നല്ലതുപോലെ പൂക്കത്തുള്ളൂ. നല്ലതുപോലെ പൂക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഇതുപോലെ പന്തലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പന്തലിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കയറിൽ ഇങ്ങനെ കയറ്റി വിട്ടാലും മതി. അല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ നല്ലതുപോലെ
പടർന്ന് നല്ല പൂക്കളുണ്ടാവും. അതുമാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡോറായിട്ട് വേണമെങ്കിലും വെക്കാം. മീൻസ് വിൻഡോ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഇൻഡോറായിട്ടും ഈ ചെടികൾ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് വിൻഡോ സൈഡിലൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിന് കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ പൂക്കത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് നല്ലതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് 18 ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ലതുപോലെ പൂക്കും. പിന്നെ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല വളം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പൂക്കും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.